നമസ്കാരം. ഇന്ന് ടെലിവിഷൻ വാർത്തയിൽ നമ്മൾ കണ്ടത് നിതീഷ് കുമാറിൻ്റെ വീടിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്ന എം.എൽ.എയും അദ്ദേഹത്തിൻ്റെ അനുയായികളും പിന്നെ കുറച്ച് പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നുവെച്ചാൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എം.എൽ.എയും അദ്ദേഹത്തിൻ്റെ അനുയായികളും സീറ്റ് വേണം എന്ന് പറഞ്ഞ് ഉള്ള പ്രതിഷേധമാണ്. അതൊരു ചെറിയ പ്രതിഷേധമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നുള്ളത്. വാർത്തയിൽ വലിയ പ്രതിഷേധമായിട്ട് നമ്മൾ കണ്ടു എങ്കിലും പൊതുവെ ഇരു മുന്നണികളും എൻ.ഡി.എയും അതേപോലെ തന്നെ മഹാസഖ്യവും അവരുടെ സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു. വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഒരിടത്തും ഉണ്ടായില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ശക്തമായിട്ടുള്ള രീതിയിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നു എന്നുള്ള പ്രത്യേകത. അതിൽ ബി.ജെ.പിക്ക് ലഭ്യമായ ഒരു അഡ്വാൻറ്റേജ്, കഴിഞ്ഞ വർഷം എല്ലാ സീറ്റിലും മത്സരിച്ച ചിരാഗ് പസ്വാൻ ഇപ്പോൾ എൻ.ഡി.എയുടെ കൂടെ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 29 സീറ്റിൽ അവർ മത്സരിക്കും എന്നുള്ളതാണ്. അത് നല്ലൊരു എഡ്ജാണ് ബി.ജെ.പിക്ക് നൽകുന്നത്. മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനും അവരുടെ കൂടെ നിൽക്കുന്നവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അതിനനുസരിച്ചിട്ട് അവർക്ക് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വലിയ ഒരു അഡ്വാൻറ്റേജ് അപ്പുറത്ത് പ്രകടമല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുക എന്നത് ഇനിയും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മഹാസഖ്യം പൊട്ടിപ്പൊളിഞ്ഞു പോവും എന്ന് കരുതിയിരുന്ന പലരുമുണ്ട്. പക്ഷേ അങ്ങനെ അത് പൊളിഞ്ഞു പോയില്ല. അതുകൊണ്ട് ആ സഖ്യം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസ്സിന് ഏതാണ്ട് 61 സീറ്റ് നൽകിക്കൊണ്ട് കോൺഗ്രസും അതേപോലെ തന്നെ തേജസ്വി യാദവും തമ്മിലുള്ള തർക്കം തീർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ പൊതുവെ രണ്ട് സഖ്യങ്ങളുടെ ശക്തമായിട്ടുള്ള മത്സരമായിട്ട് ഈ മത്സരം മാറാം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കുകൾ എന്തായിരിക്കും? അതാണ് നമ്മൾ പൊതുവെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. പൊതുവെ ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുവായ മുഖം എന്ന് പറയുന്നത് സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ്. യാദവ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പക്ഷെ അതുമാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നതും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, അതുണ്ട് എന്നുള്ളത് ശരിയാണ്. പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പൊതു തിരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് അവതരിപ്പിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയരുത്. അത് തിരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കാണ്. ശരി, ബീഹാറിൽ ഏതാണ്ട് 13 കോടിയോളം ജനങ്ങളാണ് വസിക്കുന്നത്. 8 കോടിയിലധികം വോട്ടർമാരുള്ള ഒരു വലിയ പ്രദേശം. അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് ബീഹാറിലെ ചമ്പാരനിൽ നിന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ചമ്പാരനിലെ ആ സമരം ആരംഭിക്കുന്നതിനുള്ള അടിത്തറ എന്ന് പറയുന്നത് നീലം കർഷകർ അനുഭവിച്ച യാതനകളും ദുരിതവുമായിരുന്നു എന്നുള്ളത്. അവർ അതുവരെ നടത്തിയിരുന്നതായിട്ടുള്ള കൃഷി മുഴുവനും വെട്ടിക്കളഞ്ഞ് ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം നീലം കൃഷി ചെയ്യുകയും നീലം വിളവൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും നീലം ബ്രിട്ടീഷുകാർക്കോ അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലെ തുളുമീനുകൾക്കോ ആവശ്യമില്ലാതാവും. അങ്ങനെ വന്നപ്പോൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ച കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിയിരുന്നു. കാരണം കടമെടുത്തിട്ടാണ് അവരെല്ലാം കൃഷി നടത്തിയിരുന്നത്. ആ കടത്തിൻ്റെ കെണിയിൽ നിന്ന് അവർക്ക് മുക്തരാവാൻ പറ്റാതെ വന്നപ്പോഴാണ് അവർ കലാപത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്. ആ കലാപത്തിലേക്കാണ് മഹാത്മാഗാന്ധി വരുന്നത്. അവിടെ നിന്ന് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് കൊടിയുയർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ബീഹാറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം. കാർഷിക മേഖല പ്രതിസന്ധിയിലാണ്. ഇന്ത്യയുടെ ഹൃദയഭൂമികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പഞ്ചാബിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ കാർഷിക മേഖലയ്ക്ക് നല്ല വികസനം ഉണ്ടാക്കാൻ കഴിയും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വളർന്ന ആ സമൂഹത്തിനും പുരോഗതി ഉണ്ടായി. ബീഹാറിൽ പക്ഷേ സാധ്യമായി തീർന്നില്ല.
ചമ്പാരൻ പോലെയുള്ള പ്രദേശത്ത് ഇപ്പോഴും നോക്കൂ, നമ്മുടെ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായ ഒരു പ്രദേശം, അവിടെ ഇപ്പോഴും മനുഷ്യന് ജീവിക്കാനായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. വൈദ്യുതിയും വെള്ളവുമൊക്കെ എല്ലാ വീടുകൾക്കും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. കുറച്ച് നാളായിട്ടുള്ള വൈദ്യുതിയൊക്കെ വന്നിട്ട് തന്നെ നമ്മൾ അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി പ്രദേശങ്ങളവിടെ. കാർഷിക മേഖല തകർന്നതിൻ്റെ ഫലമായിട്ടാണ് കാർഷിക മേഖലയിൽ നിന്ന് കർഷക തൊഴിലാളികളുമൊക്കെ പല സ്ഥലങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പലരും നമ്മുടെ ഇവിടെ പണിക്ക് വരുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലൊക്കെ അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല ആളുകളെയും നമ്മൾ അന്വേഷിച്ചാൽ അവരൊക്കെ ബീഹാറികളായിരിക്കും. വളരെയധികം ആളുകൾ ഇങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് പോയിട്ടുള്ള ഈ മൈഗ്രൻ്റ് പീപ്പിൾ, അത് ബീഹാറിൻ്റെ ഒരു വലിയ വിഷയമാണ്. ആ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിയും. തെരഞ്ഞെടുപ്പിൽ അതിനെ പരിശ്രമിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനെ പരിശ്രമിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോർ, അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ പാകപ്പെടുത്തിയെടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചർച്ചയായി അത് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ചർച്ചയിലേക്ക് കാർഷിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ അവർക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അവരുടെ റൂറൽ എക്കണോമി അത് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. സർവീസ് മേഖലയിൽ അവർക്ക് വേണ്ടത്ര ബാധ്യതയില്ല എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണല്ലോ തേജസ്വി യാദവ് പറഞ്ഞു, ഞാൻ ഭരണത്തിലെത്തിയാൽ ഓരോ വീട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതൊരു വിഷയമാണ്. അവിടുത്തെ സർക്കാർ ഉദ്യോഗത്തിൽ അവർക്ക് വേണ്ടത്ര പ്രാമുഖ്യമില്ല. എന്നുവെച്ചാൽ ബീഹാറിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം തന്നെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് കുറവാണ് ശരിക്കും. സർവീസ് മേഖലയിൽ അവർക്ക് സാധ്യതകൾ കുറവാണ്. പിന്നെ അവർ കണ്ടെത്തിയ ഒരു മാർഗം ഇന്ത്യൻ പട്ടാളത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. പല സ്ഥലത്തും ട്രെയിനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കുറേ ആളൊക്കെ പട്ടാളത്തിലേക്ക് പോയി. അപ്പോഴാണ് അഗ്നിവീർ എന്ന് പറയുന്ന സംഭവം വന്ന് അതിനെതിരെ വലിയ കലാപം നമ്മൾ ഇന്ത്യ മുഴുവൻ കണ്ടതാണ്. പക്ഷേ പിന്നീട് ഇതൊക്കെ പോയി. എങ്കിലും ഇതൊക്കെ മനുഷ്യരുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ് ചെയ്യും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നവരുടെ റൂറൽ എക്കണോമി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, രണ്ടാമത് സർവീസ് സെക്ടറിലേക്ക് അവർക്ക് പ്രവേശനം വർദ്ധിപ്പിക്കുക. പിന്നെ സ്ത്രീകൾ വലിയൊരു വോട്ട് ബാങ്കാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയും അതും നിതീഷ് കുമാറും വലിയ വാഗ്ദാനങ്ങൾ നൽകിയ 10,000 രൂപ വെച്ച് ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ വഴി പരിശ്രമിച്ചു എന്നുള്ളതായിരുന്നു നമുക്കറിയാം. മറ്റ് പല ഇടങ്ങളിലും ഇല്ലാത്ത തരത്തിൽ ഉള്ളൊരു മാറ്റം അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം സാമൂഹ്യ പെൻഷൻ 2025 വരെ 25 ജൂലൈയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ അവിടുത്തെ സാമൂഹ്യ പെൻഷൻ 400 രൂപയാണ്. കേരളത്തിലെ 1600 രൂപ ആണ്. അത് വലിയ കുറവാണ് കണ്ടെത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പരിഷ്കരിച്ചു 1100 രൂപയാക്കി. അതിൻ്റെ ഒരു ഗഡുവ് ഈ ആഗസ്റ്റിൽ കൊടുത്തു. അതാണ് അത്ഭുതകരമായ കാര്യം. അപ്പോൾ ഇതൊക്കെ ബീഹാർ ജനതയുടെ അടിത്തട്ടിൽ സ്പർശിച്ച് മുട്ടിയുരുമി നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ സർവീസ് സെക്ടറിലേക്കുള്ള പ്രവേശനം, ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്യാനായിട്ട് തെരഞ്ഞെടുപ്പ് തയ്യാറായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം എന്നാർക്കും പറയാൻ പറ്റില്ല. ഒക്കെ ഇതിനെ അട്ടിമറിക്കാനായിട്ടുള്ള വലിയ ശേഷി ഈ തരത്തിലുള്ള സാമൂഹ്യ വിഷയങ്ങൾക്കുണ്ട്. അവിടുത്തെ കാർഷിക മേഖല, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറണം. പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ അകത്തേക്ക് കടന്നു വന്നാൽ മാത്രമാണ് കാർഷിക മേഖലയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താനായിട്ട് കഴിയും. എന്നുവെച്ചാൽ സർക്കാർ ഫണ്ട് കാർഷിക മേഖലയിലേക്ക് പമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് കാർഷിക മേഖലകൾക്ക് ആവശ്യമായിട്ടുള്ള കൈത്താങ്ങ് നൽകി കാർഷിക മേഖലയിലെ കൈപിടിച്ച് ഉയർത്താൻ തയ്യാറായി കഴിഞ്ഞാൽ, അതിനൊരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ ഈ സാധാരണ മനുഷ്യരുടെ ഇടയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം അത് തന്നെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അവർ വളരെ പിന്നിലായി നിൽക്കുകയാണ് ചെയ്തത്. മൊത്തം ബീഹാറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇലക്ഷൻ പ്രചരണം മാറിക്കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന അടിയൊഴുക്കുകളെന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തുന്നതായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിങ്ങനെ ആരംഭിച്ച് വരുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടി ബീഹാറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അടിയൊഴുക്കുകൾ എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.